അധികൃതരുടെ അവഗണനയെ തുടർന്ന് സംരക്ഷണവും അറ്റകുറ്റപ്പണികളും ഇല്ലാതായതോടെ മീനച്ചിലാറിന് കുറുകെയുള്ള മൈലപ്പള്ളിക്കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ. വിജയപുരം പഞ്ചായത്തിനെയും ഏറ്റുമാനൂർ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം 2 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ്. പാലത്തിന്റെ ഭൂരിഭാഗം ഇരുമ്പു കമ്പികളും തൂണുകളും നിലവിൽ പഴകി തുരുമ്പിച്ച് ദ്രവിച്ച നിലയിലാണ്. കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടിയിരുന്ന അറ്റകുറ്റപ്പണികളോ പെയിന്റിങ്ങോ നടത്താത്തതാണ് പാലത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. 2013 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കോട്ടയം MLAയും നിലവിൽ നിയമസഭാ സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്താണ് പാലം നിർമ്മിച്ചത്. കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയായ കെല്ലാണ് ഈ തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത്. വൈകുന്നേരങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ എത്തിയിരുന്ന മനോഹരമായ ഈ പ്രദേശം പാലത്തിന്റെ തകർച്ചയും അപകട ഭീഷണിയും കാരണം ഇപ്പോൾ പൂർണ്ണമായും വിജനമായ അവസ്ഥയിലാണ്. യാത്രക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ മുൻനിർത്തി ദ്രവിച്ചു തുടങ്ങിയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. i4 ന്യൂസ്, ഏറ്റുമാനൂർ.